കഴിഞ്ഞ വീഡിയോയിൽ ഈ ആൻസൈറ്റിയെ നേരിടുന്നതിന് മെൻ്റൽ റിഹേഴ്സൽ എന്നൊരു ടിപ്പിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ കോളേജ് പഠനകാലമൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ഒരു യൂത്ത് മൂവ്മെൻറ്റിൽ ചർച്ചിൻ്റെ ഒരു ഡയോസിസിൽ ലേഡി സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സമയമാണ്. സോ വലിയ ഗ്രൂപ്പിനെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. ശരിക്കും അത്യാവശ്യം നല്ല പേടിയൊക്കെ എനിക്കന്ന് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ടി വിയിൽ മിക്കവാറും ഇന്ദിരാഗാന്ധിയുടെ സ്പീച്ച് കാണാം. അപ്പോൾ അവരുടെ സ്പീച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു നല്ല ആ ഒരു വിഷ്വൽ കിടപ്പുണ്ട്. വളരെ ബോൾഡായിട്ട് ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ചിട്ട് അവരുടെ ഒരു മാനറിസം ഇങ്ങനെയാണ്. എല്ലാ ഓഡിയൻസിനും ഇങ്ങനെ നോക്കും, ഐ കോണ്ടാക്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ആധികാരികമായി അസേർട്ടീവായിട്ട് പറയുന്ന ആ ഒരു ഇമേജ്. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു, ഈ ഇമേജ്. വൈ ഡോണ്ട് ഐ ട്രൈ, എന്തുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടാ? അങ്ങനെ വന്ന് ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി. കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നിന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കി. അങ്ങനെ എനിക്കത് ആ ഒരു രീതിയിൽ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റി. അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുത്തു. അന്ന് ഇത് മെൻ്റൽ റിഹേഴ്സലാണെന്നോ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. അപ്പോൾ ഒന്നും അറിയാതിരുന്ന കാലത്ത് പോലും അങ്ങനെ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്തപ്പോൾ അതെനിക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അവസ്ഥയും പഠിച്ചും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മെൻ്റൽ റിഹേഴ്സൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.